പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ എത്തിയിരിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ്. കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഈ മാസം ക്ഷേമ പെൻഷൻ തുക 20-ാം തീയതി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ആ ഒരു തുക ഇന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട്. കാരണം നമുക്ക് വന്നിരുന്ന അറിയിപ്പുകൾ പ്രകാരം തുക വിതരണം വീണ്ടും 1-2 ദിവസം നീണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നു മുതൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇല്ലാതാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അതായത് മുൻപ് ഉണ്ടായിരുന്ന കുടിശ്ശിക തുകയെല്ലാം ഇന്ന് വിതരണം ആരംഭിക്കുന്നതോടുകൂടി തന്നെ അവസാനിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ രണ്ടാമതായിട്ട് 1600 രൂപയിൽ നിന്നും 2000 രൂപ ആക്കി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുക ഇന്നു മുതൽ വിതരണം ചെയ്യുന്നു. ഇന്നു മുതൽ 62 ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയും ചേർത്ത് 3600 രൂപയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നു. പെൻഷൻ കുടിശ്ശിക തീരുന്നു എന്നത് എത്ര അടുത്ത് പറയാനുള്ള കാര്യമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിപ്പിച്ചേക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ഇത്രയേറെ അഭിമാനം കൊള്ളുന്നതിന് എന്താണ് കാരണമെന്നും തോന്നിയേക്കാം എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജ് വഴി പറയുന്നു. എന്തായാലും ക്ഷേമ പെൻഷൻ ഈ തവണ പറഞ്ഞ ഡേറ്റ് തന്നെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് തന്നെ തുക കിട്ടത്തില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കാം തുക ലഭിക്കുന്നത്. ഇതിൻ്റെ വിതരണ നടപടികൾ ഇന്ന് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ഒരു വിഭാഗം, കുറച്ച് ആളുകൾക്കെങ്കിലും ഇന്ന് രാത്രിയോടുകൂടി ക്ഷേമ പെൻഷൻ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയേക്കാം. അപ്പോൾ എന്തുതന്നെയായാലും സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതായിരിക്കുന്നു, പെൻഷൻ്റെ വിതരണം തുടങ്ങിയിരിക്കുന്നു. 3600 രൂപ ഇതാ എത്തിയിരിക്കുന്നു. നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ക്ഷേമ പെൻഷൻ തുക ഇന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരും. ഒരുപക്ഷെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു തുക, എന്തുതന്നെയായാലും ഇലക്ഷന് മുമ്പായിട്ട് തുക തന്നു തീർക്കും. പൂർണ്ണമായിട്ടും ഈ ഒരു തുക ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുകയാണ്.